വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾക്ക് സ്ത്രീകളെ കുറിച്ചുള്ള വിലയിരുത്തൽ മാറും? അല്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉള്ളപ്പോഴാണോ? അല്ല, ഇപ്പൊ സമൂഹത്തിന് മൊത്തത്തില് ഇപ്പൊ നമ്മള് സ്ത്രീകളെ എല്ലാ മേഖലകളിലും അവരൊന്നും അടിച്ചു താഴ്ത്താനായിട്ട് പല ശ്രമങ്ങളുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ നമ്മളിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തില് അതിപ്പോ ഒരു ടീച്ചർ ആയാലും ഒരു ഡോക്ടർ ആയാലും ഒരു റൈറ്റർ ആയാലും ഒരു പാട്ടുകാരിയായാലും ഒരു ഫിലിം ഫീൽഡിലായാൽ പോലും അവിടെ മേൽക്കോയ്മ കൂടുതലും ആണുങ്ങൾക്ക് തന്നെയാണ്. എവിടെ പോയാലും സ്ത്രീകളെ ഒന്നും അങ്ങനെ കാണിക്കില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തില് ഇതിങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? പറ്റില്ല. വലിയൊരു കൾച്ചറൽ ഷിഫ്റ്റ് ആണ് അത്. പക്ഷെ നമ്മൾ ഈ ധരിക്കുന്ന ധാരണ തെറ്റാണ്. ഞാൻ പറഞ്ഞ ഭാരതത്തിൽ തന്നെ നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ, ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നോർത്ത് ഈസ്റ്റിൽ യാത്ര ചെയ്യാം. നമ്മളിപ്പോ ഒരു കടയിൽ ഒരു പുരുഷൻ മാനേജറായിരിക്കുകയും അവിടുത്തെ സപ്ലയർ അങ്ങനെ ഇരിക്കുകയും നമ്മൾ കാണുന്നു. നോർത്ത് ഈസ്റ്റ് പോയ ഒരു സ്ത്രീയാണ്, അവരുടെ ഹസ്ബൻഡ് ഒരു മൂലക്ക് ഇങ്ങനെ അനങ്ങാണ്ട് ഒരു ചുറ്റും വലിച്ചോണ്ടിരിക്കുന്നു, ഒരു പണിയും ചെയ്യാം, പറഞ്ഞാൽ കേൾക്കുന്നു മാത്രം. അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. പല രാജ്യത്തും പവർഫുൾ ആയിട്ടുള്ളത് ലേഡീസും. ഇവിടെ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവത്തിന് പകരം അവിടെ പുരുഷധനം. അതെ, മറ്റു പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്, പക്ഷെ ഇന്ത്യയിലില്ല. നമ്മുടെ കൾച്ചറിന്റെ ഡിഫറൻസ് ആണ്. നമ്മുടെ കൾച്ചറിൽ തന്നെ മുസ്ലിംസില് സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് പുരുഷനിലേക്ക് പോണ്ട, മഹർ കൊടുക്കല്ലേ, അവർക്ക് അങ്ങോട്ടല്ലേ കൊടുക്കുക. അപ്പൊ അവരുടെ വീട്ടിലാണ് പുരുഷന്മാർ വരിക. ഇവിടെയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വരിക എന്നുള്ളതാണ്. അപ്പൊ ആർക്കാ പ്രാധാന്യം? സ്ത്രീക്കാണ്. മാത്രമല്ല അവർക്ക് സ്വർണ്ണം ഇതൊക്കെ കൊടുക്കില്ലേ. അത് കൾച്ചർ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഓരോ സ്ഥലത്തും നമ്മൾ ഈ ജനറൽ ആയിട്ട് പറയുന്ന ഹൈ എൻഡ് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ചും കാരണം നായർ തറവാടുകൾ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭരിച്ചിരുന്ന നമ്മളെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസത്തിലും ഇപ്പൊ എല്ലാ മന്ത്രിമാരുടെ എണ്ണം എടുത്താലും ഭരിച്ചിരുന്നവരുടെ മെമ്പർ എടുത്താലും ഒക്കെ മിക്കവാറും നായന്മാരാണ് കൂടുതൽ. അതിൽ കുറച്ച് പേര് ബാക്കിയുള്ള അതിന് തൊട്ട് താഴെയുള്ള ജാതികളിലൊക്കെ പെട്ടിട്ടുള്ളവരുണ്ടാവും. പണ്ട് നായന്മാരുടെ വീടുകൾ എങ്ങനെയായിരുന്നു? ബ്രാഹ്മണന്മാര് സംബന്ധത്തിന് വരുന്ന സ്ഥലമാണ് നായരുടെ വീട്. അതുകൊണ്ട് തന്നെ മരുമക്കത്തായൊക്കെ അല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഞാൻ കരുതിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് നല്ല മരുമക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവും? അപ്പൊ നല്ല മരുമക്കൾ ഉണ്ടാവണമെങ്കിൽ അതിന് സംബന്ധത്തിൽ വരുന്നത് നമ്മുടെ ഈ തിലകന്റെ ഒക്കെ പല സിനിമകളിലും നെടുമുടി വേണു, തച്ചന്റെ കഥ പറയുന്ന പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ നെടുമുടി വേണിയുടെ ഒരു രംഗമുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഓരോരോ കൾച്ചർ ഇതൊന്നും കുറെ കാലം കൊണ്ട് മാറില്ല. ഇതൊരു 10-100 കൊല്ലം മുമ്പ് പോലും ഇതുണ്ടായിരുന്ന ഒരു നാടാണെന്നുണ്ട്. അപ്പൊ ഒരു കൾച്ചർ മാറണമെങ്കിൽ എത്ര കാലം വേണം? കുറെ കാലം. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള സിസ്റ്റം, ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൂടുതലും ഗ്രാമങ്ങളിലാണ്. നമ്മൾ പലപ്പോഴും ഒന്ന് മുസ്ലിം ഇൻവേഷൻ, ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഇൻവേഷൻ, അതിനിടയിൽ ഈ ഒരു കൾച്ചർ, ഇതെല്ലാം കൂടി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്ന് റിഫൈൻഡ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം 80 വർഷം എന്ന് പറഞ്ഞാൽ വലിയ കാലമൊന്നുമല്ല. ഒരു മനുഷ്യന്റെ ആയുസിൽ തന്നെ 84 വയസ്സെന്നൊക്കെ പറയുമ്പോഴാണ് ഒരു മച്യൂരിറ്റി ഒക്കെ നമ്മൾ പറയാം. മനസ്സിലായി? ഇപ്പൊ രാജ്യം എന്ന് പറയുന്നത് 84 വർഷമായിട്ടുള്ളൂ. അതിൽ യൂണിഫോം സിവിൽ കോഡും ഇല്ല. ഓരോ ജാതിക്കും വ്യത്യസ്തമായിട്ടുള്ള റൂളുകളുള്ള ഒരു നാടാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ കൊണ്ടാടുന്നതും പെരുമാറുന്നതും. ഈ ഒരു കൾച്ചർ മാറ്റം വരും. നമ്മളെല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് മാറ്റം വരും. ഇത് നന്നാവും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം.